ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നിർമ്മല കോളേജിൽ ഒരുക്കിയത്. 2025 അധ്യയന വർഷത്തിൽ വിവിധ PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ദീക്ഷാരംഭ് എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി മഹാത്മാഗാന്ധി സർവകലാശാല പ്രൊഫസർ MH ഇല്യാസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ഇവിടെ പഠിക്കണം, കുട്ടികൾ എന്ത് ചെയ്യണം, ഏത് സ്കൂളിൽ ചേരണം, ഏത് കോഴ്സിൽ ചേരണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമായും സ്ത്രീകളാണ്. അതാണ് കേരളത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഇന്ന് ഓരോ വീട്ടിലും ആൺകുട്ടികളെക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികളാണ്. പിതാക്കന്മാരെക്കാളും മാതാക്കളാണ് പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതും. ഇപ്പം ഞാൻ ഓരോ സീസണിലും ശ്രദ്ധിക്കാറുണ്ട്, ഓരോ സീസണിലും ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുന്നത് പിതാക്കന്മാരല്ല, മാതാക്കന്മാരാണ്. അത് കേരളത്തിൽ വന്ന വലിയ ചേഞ്ചാണ്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ ഇന്ന് നമുക്കൊക്കെ രണ്ട് തരത്തിൽ, അതായത് ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കുട്ടികളുടെ പുറത്തേക്കുള്ള ഒഴുക്കാണ്. ഈ പുറത്തേക്കുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ കാണുന്നവരുണ്ട്. നന്നായി കാണുന്നവരുണ്ട്, മോശമായി കാണുന്നവരുണ്ട്. പക്ഷേ ഈ ഒഴുക്കിൻ്റെ പിന്നിൽ എന്താണ്? എന്തുകൊണ്ട് കുട്ടികൾ പുറത്തു പോകുന്നു? എന്തുകൊണ്ട്? ഇപ്പോൾ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഇതിനേക്കാളും വളരെ 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 താഴ്ന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കേരളത്തിൽ പുറത്തോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് മറ്റ് വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ എത്ര ശതമാനം പേര് ശരിയായ രീതിയിൽ ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്? അവർ പോകുന്ന സ്ഥലങ്ങളെല്ലാം മെച്ചപ്പെട്ട സ്ഥലങ്ങളാണോ? അല്ല, തീർച്ചയായിട്ടും ഒരു 10-20% ആളുകൾ മാത്രമേ കേരളത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തിച്ചേരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്കറിയാം, മൂവാറ്റുപുഴയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഇരിക്കുന്ന ഏജന്റുമാർ നിശ്ചയിക്കുന്ന ചില സ്ഥലങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇതൊക്കെ നിർമ്മല കോളേജിനേക്കാളും അല്ലെങ്കിൽ തൊട്ടടുത്ത ന്യൂമാൻ കോളേജിനേക്കാളും മാരാസ് കോളേജിനേക്കാളും എത്രയോ പിന്നിലാണ്. ഐക്യരാഷ്ട്ര സംഘടന ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും അവ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിൽ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചന്ദനത്തൈകൾ നൽകിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ വരവേറ്റത്. Sandalwood saplings. Just like the sandalwood tree, may your journey here be deeply rooted, purposeful, and leave a lasting fragrance wherever you go. The sapling also symbolizes environmental stewardship and the importance of nurturing life. Congratulations and welcome to our family. വിതരണം ചെയ്ത ചന്ദനത്തൈകൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വകുപ്പടിസ്ഥാനത്തിൽ ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിൽ ചന്ദനോദ്യാനം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കും. വിവിധ PG പ്രോഗ്രാമുകളിലായി 200-ൽ പരം വിദ്യാർത്ഥികളാണ് കോളേജിൽ പ്രവേശനം നേടിയത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദീക്ഷാരംഭിൽ കരിക്കുലം അവതരണം, പൂർവ്വ വിദ്യാർത്ഥികളുമായി സംവാദം, കരിയർ ഓറിയന്റേഷൻ, വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാണെന്നും അഭിരുചിക്കനുസരിച്ച് ശരിയായ കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ വിദേശ രാജ്യങ്ങളിൽ പോയി വഞ്ചിതരാകാതെ ഉയർന്ന ജോലി കരസ്ഥമാക്കാമെന്നും പ്രൊഫസർ MH ഇല്യാസ് പറഞ്ഞു. പരിപാടിയിൽ കോതമംഗലം രൂപത ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ പോൾ പാറത്താഴം അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, ബർസാർ ഫാദർ പോൾ കളത്തൂർ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജി കെ ജോസഫ്, അഡ്മിഷൻ നോഡൽ ഓഫീസർ മാത്യൂസ് കെ മനയാനി എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.